ഈ മുണ്ടക്കയിലേക്ക് പോകുന്ന പ്രദേശത്ത്, അതായത് ദുരിതം വല്ലാതെ ബാധിച്ച ഒരു മേഖലയ്ക്ക് സമീപമാണ് ഞാനുള്ളത്. ഈ ദുരന്ത ഭൂമിയിലെ വലിയ സങ്കട കാഴ്ചകളാവുകയാണ് ഈ കന്നുകാലികൾ. ഇവരിൽ പലർക്കും ഉടമസ്ഥരുണ്ടായിരുന്നു. ഈ ഉടമസ്ഥരുടെ കീഴിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ആളുകളാണ് ഇവർ. ഉടമസ്ഥർ പലരും നഷ്ടപ്പെട്ടു. പലരും ഈ പുനരധിവാസ കേന്ദ്രങ്ങളിലാണ്, ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കമാണ്. തുടർന്ന് നമ്മൾ ഇവിടുത്തെ പോലീസുകാരോട് സംസാരിച്ചപ്പോൾ അവരാണ് ഇപ്പോൾ ഇതിനും വെള്ളവും ആഹാരവും മറ്റും താൽക്കാലികമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കുറെ ദിവസങ്ങളിൽ വെറ്റിനറി വകുപ്പിൽ നിന്ന് ആളുകളെത്തി ഇവർക്ക് വെള്ളവും ആഹാരവും കൊടുത്തിരുന്നു. പക്ഷേ ഇവർ ഇപ്പോൾ നോക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ വല്ലാത്ത സങ്കട കാഴ്ചയിൽ ഈ പുല്ല് തിന്ന് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വളരെ കുറച്ച് മാത്രമാണ്. പക്ഷേ ഒരുപാട് കന്നുകാലികൾ ഇത്തരത്തിൽ ഈ മേഖലയിൽ മുണ്ടക്കൈ പ്രദേശത്ത് അവശേഷിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. അങ്ങനെ ഈ ദുരിതത്തിന്റെ ഒരു ഇരകളായി ഈ പാവം പിടിച്ച നാൽക്കാലികളും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാർ, ഇത് കുറച്ച് ദിവസമായിട്ട് ഉണ്ടല്ലേ ഈ കന്നുകാലികൾ? എന്താ ഒരു അവസ്ഥ? അവസ്ഥ ഒന്നും അങ്ങനെ പറയേണ്ട അവസ്ഥയൊന്നുമില്ല ഇത്. പക്ഷേ ഇത് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും നമ്മളടുത്ത് നിന്ന് ആഹാരം കിട്ടാതെ നമ്മൾ ആ ആഹാരം കഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെയാണ് കഴിക്കുന്നത്. അതിന് ബുദ്ധിമുട്ടാവും. ഇത് ഈ ദുരിതത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഉടമസ്ഥരുണ്ടായിരുന്നവരാ അല്ലേ? അതായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ ആളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടത് ഇതിങ്ങനെയാണ്. ആഹാരം ഒന്നും കൊടുക്കാൻ ആരുമില്ല. വെള്ളം കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷെ അത് ആർക്കാണ് കൊടുക്കണത്, എങ്ങനെയാണ് കൊടുക്കണമെന്ന് അറിയില്ല. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ വെച്ചു കൊടുക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഒരുപാടുണ്ടോ ഇതുപോലത്തെ? ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. രാവിലെ ആകുമ്പോൾ ബെയിലി പാലത്തിന്റെ അവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഏതായാലും ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇത് ഇവരിൽ പലരും ഇവിടെ, നിങ്ങളിവിടെ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലേ? ഈ 13 ദിവസമായിട്ടുണ്ട്. കന്നുകാലി അതിപ്പോ ഈ പ്ലാസ്റ്റിക് ഇത് ഒരുപാട് കഴിച്ചു പോകുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള അവസ്ഥ. നമ്മൾ ഫുഡ് കഴിച്ചിടുന്ന പ്ലാസ്റ്റിക് പാത്രമൊക്കെ ഇതൊന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലാണ് പോകുന്നത്. കണ്ടാലേ അറിയാം ഒരു പട്ടിണിയുടെ ഒരു. അതെ, ഇപ്പൊ അതാ നമ്മളെ മാറാൻ നിൽക്കുന്നത്. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് അടുത്ത് വന്ന് നിൽക്കുന്നത്. നിങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട്? നമ്മൾ ഈ ഭക്ഷണം നമ്മൾ കൊണ്ടുവന്ന ചോറൊക്കെ കുറച്ച് കൊടുക്കാറുണ്ട്. അത് കഴിക്കും. അല്ല, കുറച്ചാണ് വെറ്റിനറിക്കാർ ആരൊക്കെ വന്നിരുന്നു. ഇടയ്ക്ക് വന്ന് പുല്ല കൊടുത്താന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് ആരും കാണാനില്ല ഇവിടെ. ഇതിന്റെ എണ്ണം ഒരുപാട് കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മളെ രാവിലെ ബെയിലിപ്പാലത്തിന്റെ അവിടെ നോക്കുമ്പോൾ കാണാം ഒരു 200-ഓളം പശുക്കൾ അവിടെ നിൽക്കുന്നതായിട്ട് കാണാം. ഏതായാലും സങ്കടകരമാണ്. അതെ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് ഈ ആഹാരത്തിനായി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ കന്നുകാലികളെ, പശുക്കളെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുരന്തത്തിൽപ്പെട്ട് ഒരു പക്ഷേ ഉടമസ്ഥർ മരിച്ച ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഇവർ പലരും പ്രതിവാസ കേന്ദ്രങ്ങളിലേക്ക് പോയവരായിരിക്കാം. അങ്ങനെ ഈ ദുരന്ത ഭൂമിയിലെ വല്ലാത്ത ഒരു കാഴ്ചയായി ഇത് മാറുകയാണ്. ഇപ്പൊ ഇവർക്കും സംരക്ഷണം വേണം, ഇവർക്കും ഈ പറഞ്ഞതുപോലെ ഒരു പരിഗണന വേണം എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നമ്മൾ ഇതിനെ ഇപ്പോൾ ഈ ക്യാമ്പ് പോലെയാണ്, ഇതൊരു ലയമാണ്. ഇവിടെ താമസിക്കുന്ന കുറച്ചധികം പോലീസുകാരുണ്ട്, പല ക്യാമ്പുകളിൽ നിന്ന് വന്നവരാണ്. അവർ നൽകുന്ന ഭക്ഷണമാണ് ഇപ്പോൾ ഇവർക്ക് ആകെയുള്ള ആശ്രയം. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ്. ഹരികൃഷ്ണനൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18.